ഹാപ്പി സൺഡേ. നമസ്തേ. ലൈഫ് ഓഫ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ ചാനല്? ലൈക്ക് ചെയ്യണം, നല്ല കമൻറ്റുകൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് എത്രയും വേഗം ഒരു തക്കാളി കറിയാണ്, തക്കാളി ഫിഷ് കറി. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഫിഷ് കറി. ഫിഷ് ഇല്ലെങ്കിലും തക്കാളി വേവുന്ന സമയം കൊണ്ട് തക്കാളി കറി. തക്കാളി 2 പച്ചമുളക്, കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട്. അതിൽ കുടംപുളി തിളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫിഷ് കറിയിലിട്ട കുടംപുളി കളയില്ല, അത് എടുത്ത് ഉപ്പിട്ട് വീണ്ടും വെക്കും. ഫിഷ് കറിയിലല്ല ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, ഉപ്പിട്ട് വെച്ചാൽ മതി. ഇത് ഈ ഒറ്റ മസാലക്കൂട്ട് മതി നമ്മുടെ ഫിഷ് കറിയുടെ കൂട്ട്. ഇതിടുക, അതൊന്ന് വഴറ്റിയെടുക്കുക. ഇത്ര താമസമുള്ളൂ. ഫിഷ് കറി റെഡി. ഈ മസാല ഞാൻ കാണിക്കും കേട്ടോ. ഫിഷ് കറി മസാല കഴിഞ്ഞ പ്രാവശ്യം മീൻ കറി വെച്ചപ്പോൾ ഉണ്ടാക്കി വെച്ച കറി കൂട്ട് തന്നെയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട്, ഇഞ്ചി, ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുക കേട്ടോ. ഞങ്ങൾ വെള്ളുള്ളി യൂസ് ചെയ്യില്ല. നമ്മുടെ തൃശ്ശൂരുകാരെ മീൻ കറിയിലൊന്നും വെള്ളുള്ളി യൂസ് ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ ഉപയോഗിക്കണ്ടോയെന്ന് അറിയില്ല. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീർ മുളകാണ്, പിന്നെ അധികം എരി ഉണ്ടാവില്ല. പച്ചമുളകൊക്കെ കൂടിയിട്ട് അരച്ചെടുത്താണ്, പേസ്റ്റ് രൂപത്തിലാക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. ഉള്ളി താളിച്ചിട്ടാണ് കേട്ടോ എണ്ണ ഇത്. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവരും വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സൺഡേ ആയാലും നന്നായി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാർബ്സ് കുറയ്ക്കുക, പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കാൻ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതിലുപരി വ്യായാമം ചെയ്യുക. എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യാൻ മറക്കരുത് കേട്ടോ. വ്യായാമം നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, പല്ല് തേക്കുക, കുളിക്കുക എന്നുള്ള പോലെ തന്നെയാണ് ഒരു ഘടകമാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് വ്യായാമം. എല്ലാവരും വ്യായാമം ചെയ്യണേ, മറക്കരുത് കേട്ടോ. പിന്നെ വീട്ടമ്മമാർ വീട്ടിലിങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോൾ ഒരുപാട് കറികളൊക്കെ വെച്ച് മുഷിയണ്ട. മീനില്ലെങ്കിലും മീൻ കറി റെഡിയാക്കാം. കണ്ടോ എത്ര പെട്ടെന്നാ ഒരു ഫിഷ് കറി കൂട്ടണമെങ്കിൽ. ഇഞ്ചി, ഉള്ളി, വെള്ളുള്ളി, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാലക്കൂട്ടാണിത്. ഓക്കെ, കുറച്ച് കാഷ്നട്ട് ചേർക്കുന്നുള്ളൂ. തക്കാളി ആയ കാരണം കുറച്ച് കാഷ്നട്ട് നന്നായിരിക്കും. ഫിഷില്ലല്ലോ, നമുക്ക് ഇത്തിരി പ്രോട്ടീൻ കിട്ടണമെങ്കിൽ എങ്ങനെയാ? തേങ്ങയേക്കാളും നല്ലത് നമുക്ക് കാഷ്നട്ടാണ് കേട്ടോ. വഴറ്റി ഒരു പച്ചമണം മാറുമ്പോൾ തക്കാളി യൂസ് ചെയ്യാം. ഇനി തക്കാളി കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഇങ്ങനത്തെ കറികൾ തന്നെയാണ് അധികം യൂസ് ചെയ്തിരുന്നത്. ഇതൊക്കെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലാത്തതാണ്. ഫിഷിനൊക്കെ പിന്നെ അതുപോലെ നൊയമ്പൊക്കെ എടുക്കുന്ന വീടുകളിലൊക്കെ ഫിഷ് കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതിൽ മുട്ടയും ചേർക്കട്ടോ. മുട്ട പുഴുങ്ങിയത് ഓരോ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ എഗ്ഗ് ഫിഷ് കറി. ഓക്കെ, മുട്ടക്കറി അല്ല ഇത് തക്കാളി ഫിഷ് കറിയാണ്. വെജിറ്റേറിയനും കഴിക്കാം, നോൺകാർക്കും കഴിക്കാം. ഓക്കെ, അപ്പം അധികം അങ്ങനെ ഉടഞ്ഞു പോകണ്ട. ടൊമാറ്റോ ഇഷ്ടമില്ലാത്തവർക്ക് നന്നായിട്ട് ഉടഞ്ഞോട്ടെ കേട്ടോ ഫിഷ് കറിക്ക്. ഇനി തിളച്ച വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, കറിവേപ്പില അവനെ ചേർക്കണം. അതാണ് ഇതിന് മല്ലിയിലൊന്നും ചേർക്കില്ലല്ലോ നമ്മൾ. അപ്പോൾ അതിന് മണം കിട്ടാനായിട്ട്, മണവും ഗുണവും
തിളച്ച വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ തക്കാളി ടെക്സ്ചർ മാറിപ്പോവും. കണ്ടോ? അധികം ഗ്രേവി വേണ്ടവർക്ക് വേണമെങ്കിൽ ഗ്രേവി ആക്കാം. തിക്ക് ഗ്രേവി വേണ്ടവർക്ക് തിക്ക്. ഇത് ചപ്പാത്തിക്കോ ചോറിൻ്റെ ഒപ്പം അപ്പം എല്ലാത്തിനും കഴിക്കാം കേട്ടോ. നല്ല ഫിഷ് കറിയാണ്. മസാല അധികം മൂപ്പിക്കുന്ന പോലെ വഴറ്റരുത്. അത് അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ ടെക്സ്ചർ മാറും. ഇതാ കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്. നോക്കൂ എത്ര വേഗം ഒരു ഫിഷ് കറി റെഡി. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന ലാസ്റ്റ് എന്താ ചേർക്കുക വെച്ചാൽ കുറച്ചിതാ കാഷ്നട്ട് പേസ്റ്റ്. ഇത് ഹേമ സ്പെഷ്യലാണേ. തക്കാളിക്ക് എപ്പോഴും തേങ്ങയേക്കാളും നല്ലത് കാഷ്നട്ടാണ്. കാഷ്നട്ട് പേസ്റ്റ് കണ്ടോ? ആയി അപ്പോൾ കറി വേറെ ലെവലാണ്. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ. ഇനി ഉള്ളി താളിക്കേ വേണ്ടുള്ളൂ. തക്കാളി വേഗ ഉള്ളി താളിക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ കുടംപുളി ഒഴിക്കണം. തേങ്ങാപ്പാൽ ഇത് ചേർത്തല്ലോ. കാഷ്നട്ട് പേസ്റ്റ് ചേർത്തു. കുടംപുളി കുറച്ചൊഴിച്ചു. പുളി വേണമെങ്കിൽ കേട്ടോ. ശരിക്കും പുളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തക്കാളിയിൽ ഒരുപാട് പുളി. പക്ഷേ ഫിഷ് കറിയാണല്ലോ, അപ്പോൾ കുടംപുളിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇനി അത് താളിക്കണം. ഓക്കെ. ഉള്ളി താളിക്കണ്ടേ? കുറച്ച് ഉള്ളി എടുത്ത് താളിച്ചാൽ മതി കേട്ടോ. നമ്മൾ വിചാരിക്കും ഉള്ളി താളിക്കാന്ന് പറയുമ്പോൾ ഒരുപാട് ഓക്കെ. അപ്പം ഞാൻ ഉള്ളി താളിക്കട്ടെ. ഏറ്റവും കുറച്ച് ഈ കയ്യിലെടുത്തിട്ടാണ് ഞാൻ ഉള്ളി താളിക്കുക. ചിക്കൻ കേട്ടോ ആരും, കാരണം അത്ര എണ്ണ കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ. കുറച്ച് ചെറിയ ഉള്ളി ഇത് കുക്കാവട്ടെ. എത്ര വേഗം നമുക്ക് തക്കാളി ഫിഷ് കറി അല്ലേ. സദ്യക്കൊക്കെ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപയോഗിക്കുന്നതാണത്, തക്കാളി മീൻ കറി. അതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാം. മീൻ കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴും ഇത് കുറച്ച് തക്കാളി ഉണ്ടായ ഫിഷ് കറി റെഡി. ഒന്ന് നോക്കട്ടെ. ഏറ്റവും കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതൊക്കെ കുക്ക് ചെയ്യാൻ കേട്ടോ. കുറച്ച് എണ്ണ വേണ്ടു ശരീരത്തിനൊക്കെ. ഒരുപാട് എണ്ണയൊക്കെ കഴിച്ച് കൊളസ്ട്രോളൊക്കെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ബി.പിയോ ഷുഗറോ ഒന്നും ഇല്ല എനിക്ക്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വില കൂടിയ ഫുഡ് മാത്രമല്ല കേട്ടോ നല്ലത്. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയ ഏറ്റവും സ്റ്റീംഡ് ഫുഡ്, അതുപോലെ കാർബ്സ് കുറച്ച് നമുക്ക് എന്താണോ പ്രോട്ടീൻ കിട്ടുക. മുട്ടയായാലും മതി. അപ്പോൾ 2 മുട്ട ഡെയിലി കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ചോറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഒരുപാട് ചോറ് കഴിച്ചിട്ടാണ് ഈ മലയാളികൾക്ക് ഏറ്റവും അധികം രോഗം വരുന്നത്, വീട്ടമ്മമാർക്ക്. ആര് കഴിച്ചാലും അത് ബാക്കി വെച്ചാൽ അതൊക്കെ കഴിക്കും. അതൊക്കെ കളഞ്ഞാൽ ആ ശീലങ്ങളൊക്കെ നമ്മൾ കളയണം. അവർക്ക് വേണ്ടാതെ ബാക്കി വയ്ക്കണമെന്നും നമ്മൾ കഴിക്കാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റൊന്നല്ല. ഇത്തിരി സമയം എടുക്കും കേട്ടോ ഉള്ളി വഴണ്ടി വരാനായിട്ട്. ഉള്ളിൽ സ്പൂൺ ഇട്ടിട്ട് തന്നെ ചെയ്യണം.
നിങ്ങൾ വിചാരിക്കും പിശുക്കാന്ന്. എന്നാൽ പിശുക്കിയിട്ടല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന് ഈ പിശുക്കത്തരൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണെന്ന് കൂടി ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൽ മുളക് പൊടി വീണ്ടും മുളക് പൊടിയൊന്നും ഇടണ്ട, കാണാൻ ഭംഗിയുണ്ടെന്ന് ഉണ്ടാവുള്ളൂ. പക്ഷെ അത്രയും മുളക് നമ്മുടെ ശരീരത്തിൽ കയറും. അപ്പോൾ കുറച്ച് ഉള്ളി താളിക്കും, ഉള്ളിയുടെ ആവശ്യമതേ ഉള്ളൂ. കണ്ടോ ഇങ്ങനെ. അപ്പോൾ കാണിക്കാമേ, ഇത് നിങ്ങൾക്കായിട്ട് ഇതാ ടൊമാറ്റോ ഫിഷ് കറി റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ എല്ലാവർക്കും.